When a perturbation of a C cube is applied in a Hamiltonian of a harmonic oscillation, the shift in the first order energy is. അതായത് നമ്മളൊരു പെർട്ടർബുലേഷൻ ഒരു അപ്ലൈ ചെയ്തു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഓഫ് എക്സ് ക്യൂബാണ്. ഒരു അൺപെർട്ടർബിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പെർട്ടർബുലേഷൻ അപ്ലൈ ചെയ്തു. അതൊരു ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റമാണ്. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷിഫ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഓർഡർ എനർജിയിലുള്ള ഷിഫ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എടുക്കുന്ന സ്പേസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എൻ ആയിട്ട് എടുക്കണം. എൻ ഓഫ് ബ്രാഫ് എച്ച് ഹാമിൽട്ടോണിയൻ ഓഫ് കെറ്റെടുത്തു. ഈ ശരിക്കും നമ്മൾ അൺപെർട്ടർബിഡിലത്തെ ഹാമിൽട്ടോണിയൻ എച്ച് ആണെന്ന് വെച്ചാൽ പെർട്ടർബിഡിലത്തെ എച്ച് ഡാഷ് ആണ്, നമ്മുടെ പെർട്ടർബിഡ് സിസ്റ്റമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എച്ച് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സി ഓഫ് എക്സ് ക്യൂബാണ്. ഈ സീനെ നമ്മൾ പുറത്തിറക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ എങ്ങനെ കിട്ടി? ഈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും സാധാരണ ഹാർമോണിക്കലത്തെ ഓപ്പറേറ്റർ, പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m - a + a ഡയറാണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എന്തായിരിക്കും? ഇവനെ ക്യൂബിലല്ലേ ഇവിടെ, ക്യൂബ് ചെയ്ത് എന്തായിരിക്കും? 3 തവണ ഇവൻ വരും. അപ്പോൾ എന്തായിരിക്കും? എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ω 1 + ½ ആയിരിക്കും. അപ്പോൾ 3/2 ആയിരിക്കും. എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ω ഹോൾ റൈസ് ടു 3/2 ആയിരിക്കും. a + a ഡയഗർ ഹോൾ ക്യൂബ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാം നമുക്ക്. അപ്പോൾ a + b ഹോൾ ക്യൂബ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്തായിരിക്കും? a² + 3a² b + 3b² a + b³ ആയിരിക്കും. അത് നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ നോക്കേണ്ട ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻ്റഗ്രാൻഡ്, അതായത് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് അതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് ക്യൂബാണ് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എക്സിന് സ്ഥാനത്ത് നെഗറ്റീവ് ഓഫ് എക്സ് ഹോൾ ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -(x³ എന്നായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ആ ഫംഗ്ഷൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈൻ പുറത്ത് വരും. അപ്പോൾ അതൊരു ഓഡ് ഫംഗ്ഷനാണ്. അത് ഏതൊരു സ്പേസിൽ, ഇവിടെ ഇനി സ്പേസ്, ഇവിടെ ഇപ്പോൾ എന്താണ്, ഏത് സ്പേസിലായാലും അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാനിഷ് ആവും. അവൻ്റെ വാല്യൂ 0 ആയി പോവും. അപ്പോൾ ഇവൻ 0 ആയ കാരണം C.0 നമുക്ക് 0 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ.